കേരളത്തിലൊരു പ്രധാന മാധ്യമം ഒരു റൗണ്ട് ടേബിളിന് വിളിച്ചു. അപ്പോൾ എന്നോട് ആദ്യം സംസാരിക്കാൻ ഞാൻ അവസാനം സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ചർച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യമാണ്, എല്ലാവരും മാറി, ഞങ്ങൾ നന്നായി മാറി, നാട് പൊതുവെ മാറി. ഇനി നിങ്ങൾ കൂടി കുറച്ച് മാറിയാൽ ഈ മാധ്യമം കുറേ കൂടി നാട് നന്നാവും. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡീപ്പ് റൂട്ടഡ് പ്രിസംഷനായിരുന്നു. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ എന്താ ഉള്ളത്? പെട്ടിക്കട, ബീവറേജ്, ലോട്ടറി, ഇത് മാത്രമാണ്. പിന്നെ ഇവിടെ എല്ലാം അടച്ചു പൂട്ടപ്പെടണം. 1900 രാജഭരണകാലം മുതലുള്ള ലിസ്റ്റ് ഇങ്ങനെ വരും. ആ മില്ല്, ഈ മില്ല്, ഇതൊക്കെ ഇവിടെ പൂട്ടി, ഇനിയൊന്നും നടക്കില്ല. ഈ 2025 40,000 പ്രൊഫഷണൽസ് റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് എത്തിയിരിക്കുന്നുള്ളതാണ്. ഞാനൊരു 2 കൊല്ലം മുമ്പ് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചു. ഇവിടുത്തെ അങ്ങോട്ട് ഇത് വൃദ്ധസദനായിക്കൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ ആടെ നിൽക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആളുകൾ ഇങ്ങോട്ട് വരും. നമ്മൾ വിമാനമൊന്നും അയച്ചു കൊടുക്കണ്ട, നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കിയാൽ മതി. അമേരിക്കയിലാണെങ്കിൽ രാവിലെ ഒരു താരിഫായിരിക്കും, ഉച്ചയ്ക്ക് വേറെ വിസ വരും, വൈകുന്നേരം വേറെ വരും. ഇദ്ദേഹം എങ്ങാനും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണിറ്റാൽ അപ്പോൾ പ്രശ്നം, അപ്പോൾ പുതിയ താരിഫ് പ്രഖ്യാപിക്കും. ബഹുമാനരെ, ബന്ധനം MSME സമ്മിറ്റ് എല്ലാവരോടൊപ്പം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്ത കാര്യം ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഒരു MSME സബ്മിറ്റ് നടത്തിയതിന് ധനത്തെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്യുന്നു. MSME ആണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ട്രെങ്ത് എന്നുള്ളത്. ഇവിടെ കേരളം MSME ഗ്രോത്തിൽ ഇന്നിപ്പോൾ രാജ്യത്ത് തന്നെ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് പൊതുവെ സന്തോഷകരമായ സമയമാണ്. കാരണം ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാട്, ഇപ്പോൾ ഞാൻ കേന്ദ്ര വാണിജ്യമന്ത്രിയായിട്ട് സംസാരിച്ച് അവർ പ്രഖ്യാപിച്ച 12 കോറിഡോറുകളിൽ ആദ്യം സ്ഥലമേറ്റ് കൊടുത്തത് കേരളമാണ്. ഇപ്പോൾ ആദ്യം ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ഇന്നലെ ടെൻഡറും അതിൻ്റെ എൻജിനീയറിംഗ് പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കൺസൾട്ടൻസ് EPC അവാർഡ് ഇന്നലെ തീരുമാനിക്കുകയുണ്ടായി. അപ്പോൾ ഈ 12 ആദ്യത്തേത് കേരളമാണ്. സാധാരണ നമ്മുടെ നാട്ടിലുള്ളൊരു കാഴ്ചപ്പാട്, കേരളത്തിൽ പദ്ധതി കൊടുത്താൽ സ്ഥലം ഏറ്റെടുക്കലില്ല, അതിങ്ങനെ ഇഴഞ്ഞു നീങ്ങും, ഒച്ചിനെ പോലും തോപ്പിക്കും, ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നമ്മളുമായിട്ടൊന്ന് മത്സരിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും ഇന്നലെ ബഹുമാനായ പ്രധാനമന്ത്രിയുടെ മുൻപിൽ നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് അറിയിക്കാൻ കഴിഞ്ഞ് കേരളം മാത്രമാണ് ഇപ്പോൾ ഇത് പൂർത്തീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ഓരോ മലയാളിക്കും അഭിമാനിക്കും. ഇന്നലെ ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. രാത്രി ഞങ്ങൾ 7:30 മുതൽ IKGSൻ്റെ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്. സാധാരണ ഇൻവെസ്റ്റ് സമ്മിറ്റുകളെല്ലാം ഇവൻറ്റുകളാണ്, നമ്മൾ നടത്തിയാലും ആര് നടത്തിയാലും. ഇതിപ്പോൾ ഒരു ഇവൻ്റ് എന്ന് പറയാം, കാരണം ഇത് മാത്രമായിരിക്കും. പക്ഷെ നമ്മുടെ ഒരു ഇവൻ്റ് ആയിരുന്നില്ല, ഒരു പ്രോസസ്സായിരുന്നു. തുടക്കത്തിൽ ആളുകളെ കേട്ടു, എന്തെല്ലാം മാറണമെന്ന് കണ്ടു, അത്തരം കാര്യങ്ങൾ മാറ്റിയതിന് ശേഷം നമ്മൾ നേരെ റോഡ് ഷോകളിലേക്ക് പോയി, സബ്മിറ്റുകളിലേക്ക് പോയി, ഇൻഡസ്ട്രിയൽ പോളിസി പ്രഖ്യാപിച്ചു. അതിനുശേഷം നമ്മൾ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിലേക്ക് വന്നു. ഏകദേശം 90,000 കോടി, 2 ലക്ഷം കോടിക്കടുത്ത്, 1,90,000 കോടിക്കടുത്ത് EOEകൾ വന്നു. EOE കണ്ടാൽ നമ്മൾ പെട്ടെന്നൊന്നും ആഹ്ലാദിക്കേണ്ടതില്ല. സാധാരണ ചില സ്റ്റേറ്റിൻ്റെ ഞാൻ നോക്കിയപ്പോൾ അവരുടെ മൊത്തം GDPയുടെ 3 ഇരട്ടി വരെ EOE പ്രഖ്യാപനം വരാറുണ്ട്. ഇത് കഴിയുമ്പോഴുള്ള പ്രഖ്യാപനം. പക്ഷേ കൺവേർഷൻ റേറ്റ് 10 to 15% ആണ് ഇന്ത്യയിൽ ആവറേജ്. ഇന്നലെ ഞങ്ങൾ റിവ്യൂ ചെയ്തപ്പോൾ അതിനൊരു സംവിധാനമുണ്ട്. എല്ലാ ബുധനാഴ്ചയും എൻ്റെ നേതൃത്വത്തിലുള്ള റിവ്യൂ ഉണ്ട് വൈകിട്ട്. മന്ത്ലി മുഖ്യമന്ത്രിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രൊജക്റ്റിൽ ഇതും പരിശോധിച്ച് പോകും. ഇത് കൂടാതെ ഞങ്ങളൊരു അഡ്വൈസറി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. KSIDC ചെയർമാൻ, KSIDCയിലെ ഇൻഡസ്ട്രി എന്നുള്ള ഡയറക്ടർമാർ, പ്ലസ് CIA പ്രതിനിധി, FICCI
പ്രതിനിധി, അതുപോലെ തന്നെ KSSIA പ്രതിനിധി, ക്രഡായി, ഇങ്ങനെ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്നിട്ടുള്ള അഡ്വൈസറി കമ്മിറ്റി 2 മാസത്തിലൊരിക്കൽ ചേരും. ഇന്നലെ ആ യോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം EOEകളുടെ 4/1 കൺവേർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്നുള്ളതാണ്. ഏകദേശം 25 ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന റെക്കോർഡ്. 6 മാസം കൊണ്ട് 4/1. 98ാമത്തെ പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ അങ്കമാലിയിൽ കല്ലിട്ടത്. കോവാക്സിൻ ഉൽപ്പാദകരായ ഭാരത് ബയോടെക്കിൻ്റെ ശ്രീ കൃഷ്ണയിള അദ്ദേഹത്തിൻ്റെ ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് ലൈഫ് സയൻസ് പാർക്ക്, അതിൻ്റെ ഒരു യൂണിറ്റ്. അതിന് തൊട്ട് മുൻപ് 97ാമത്തെ പദ്ധതി മുഖ്യമന്ത്രിയാണ് കല്ലിട്ടത്. അദാനി ഗ്രൂപ്പിൻ്റെ 70 ഏക്കറിൽ ലോജിസ്റ്റിക് പാർക്ക്. ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് കൂടിയപ്പോൾ കണ്ടിരിക്കുന്നത് ജനുവരി 40% കൺവേർഷൻ ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ് എന്നുള്ളതാണ്. അപ്പോൾ നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും. 3, ഇന്നലെ തന്നെ നമ്മൾ ഹൈടെക് മാനുഫാക്ചറിങ് ഫ്രെയിം വർക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനെപ്പോഴും പറയാറുണ്ട്, സ്റ്റാൻഷി കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു സ്മൈൽ കർവ്. വാല്യൂ അഡീഷൻ എപ്പോഴും ഈ 2 സൈഡിലാണ്. ഐഫോൺ നിങ്ങൾക്ക് എവിടെയും നിർമ്മിക്കാം. ഇന്ത്യയിൽ നിർമ്മിക്കാം, ആഫ്രിക്കയിൽ നിർമ്മിക്കാം, വിയറ്റ്നാമിൽ നിർമ്മിക്കാം, ശ്രീലങ്കയിൽ നിർമ്മിക്കാം. $10-15 മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്നുള്ളൂ എന്നാണ് പൊതുവെ കണക്കാക്കുന്നത്. പക്ഷേ വാല്യൂ വരുന്നത് ഈ 2 സൈഡിലാണ്. കോൺസെപ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഡിസൈൻ, ബ്രാൻഡിങ്, ദെൻ മാനുഫാക്ചറിങ്, ദെൻ ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ്, സർവീസ് ആഫ്റ്റർ സെയിൽസ്. ഇതാണ് ഈ കർവ്. ഈ ഭാഗം അധികം വാല്യൂ ആഡ് ചെയ്യുന്നതല്ല. അതുകൊണ്ടാണ് $10-15 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ നിർമ്മിക്കാം, പക്ഷേ അതെങ്ങോട്ടും മാറ്റാം. പക്ഷേ ഈ ഭാഗം ഐഫോണിൻ്റെ എപ്പോഴും കാലിഫോർണിയയിലാണ്, അതെങ്ങും മാറിയിട്ടില്ല. റിസർച്ച്, ഡെവലപ്മെൻറ്റ്, കോൺസെപ്റ്റ്, ബ്രാൻഡിങ്, ഇതെപ്പോഴും കാലിഫോർണിയയാണ്. അവിടെയാണ് സ്ട്രെങ്ത്. കേരളത്തിൻ്റെ സ്ട്രെങ്ത് ഇന്ത്യയുടെ കാലിഫോർണിയ ആകുക എന്നുള്ളതാണ്. മാസ് പ്രൊഡക്ഷൻ എവിടെയും നടക്കാം. തമിഴ്നാട്ടിൽ നടക്കാം, ആന്ധ്രയിൽ നടക്കാം, UP നടക്കാം, ഗുജറാത്തിൽ നടക്കാം. നമ്മളോടിപ്പോൾ 2000 ഏക്കറിൽ വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് വേണ്ട, അത് ആരെങ്കിലും നടത്തിക്കോട്ടെ. ടെക്നോളജി, റിസർച്ച്, ഇവിടെയാണ് കാശ് കൂടുതൽ ആളുകൾ നമ്മുടെ ജോലി ചെയ്യാൻ പറ്റുന്നത്. മാനുഫാക്ചറിങ്ങിൻ്റെ പ്രശ്നം, നമ്മുടെ ഇവിടെ തന്നെ ഇപ്പോൾ ഒരു വലിയ ഗാർമെൻറ്റ് ഫാക്ടറി എന്ന് കരുതുക, 95-96% മൈഗ്രൻ്റ് ലേബറായിരിക്കും. ഭാവിയിൽ റോബോട്ടുകളായിരിക്കും. ഞങ്ങൾ നോർവേ പോയപ്പോൾ ഒരു കമ്പനി കണ്ട് 4 മനുഷ്യരേ ഉള്ളൂ, ബാക്കി മുഴുവൻ ഓട്ടോമേറ്റഡാണ്. ഏറ്റവും വലിയ കമ്പനികളൊന്നാണ്. എന്നാൽ AI, ജെൻ AI, റോബോട്ടിക്സ്, ഗ്രാഫിക്സ്, ഡിസൈൻ, ഇങ്ങനെയുള്ള മേഖലയിലെല്ലാം R&D നമുക്കാണ് സ്ട്രെങ്ത്. നിങ്ങൾ പലരും ലിങ്ക്ഡിൻ ഉപയോഗിക്കുന്നവരായിരിക്കുമല്ലോ. അവരുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കേരളത്തിൻ്റെ ടാലൻറ്റ് പൂൾ ഗ്രോത്ത് 176% ആണ്. ഇന്ത്യയിലെ നമ്പർ 1 ആണ് ടാലൻറ്റ് പൂൾ ഗ്രോത്തിൽ. ടാലൻറ്റ് പൂളിൽ നമ്മൾ 9th ആണ്. ടാലൻറ്റ് പൂൾ ഗ്രോത്തിൽ നമ്മളാണ് നമ്പർ 1, 172%. എന്നാൽ ആ റിപ്പോർട്ടിൻ്റെ അടുത്ത ഭാഗം ഈ 2025 40,000 പ്രൊഫഷണൽസ് റിവേഴ്സ് മൈഗ്രേഷനിലേക്ക് എത്തിയിരിക്കുന്നുള്ളതാണ്. ഞാനൊരു 2 കൊല്ലം മുമ്പ് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചിരിച്ചു. ഇവിടുത്തെ അങ്ങോട്ട് ഇത് വൃദ്ധസദനായിക്കൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ ആടെ നിൽക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആളുകൾ ഇങ്ങോട്ട് വരും. നമ്മൾ വിമാനമൊന്നും അയച്ചു കൊടുക്കണ്ട, നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കിയാൽ മതി. നല്ല ടാലൻറ്റ് പൂൾ, നല്ല അന്തരീക്ഷം, ഡ്രൈവിംഗ് ഇക്കോസിസ്റ്റം, അപ്പോൾ സ്വാഭാവികമായിട്ടും വരും. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനേക്കാളും ഇൻഡസ്ട്രിക്ക് പ്രധാനം ഇന്നോവേഷനാണ്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിനേക്കാളും പ്രധാനം. അപ്പോൾ ആ ഒരു ഇക്കോസിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയപ്പോൾ, അപ്പോൾ ചിലർ, ഞാനിത് ഈ 40,000 പേര് വന്ന് ലിങ്ക്ഡിൻ റിപ്പോർട്ട് പറഞ്ഞപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു, സാർ അത് ആളുകൾ ജോലിയില്ലാതെ തിരിച്ചു വരും, അത് ഇപ്പോഴത്തെ സ്ഥിതിയാണ്. ദാറ്റ് ഈസ് റിട്ടേൺ മൈഗ്രേഷൻ, നോട്ട് റിവേഴ്സ് മൈഗ്രേഷൻ. റിട്ടേൺ മൈഗ്രേഷനിലെല്ലാം വരും ജോലിയില്ലാതെ വരുന്നവർ. റിവേഴ്സ് മൈഗ്രേഷൻ, ലിങ്ക്ഡിൻ ഇപ്പോൾ ഒരാൾ അമേരിക്കൻ കമ്പനി ജോലി ചെയ്യുന്നു, അയാൾ കേരളത്തിൽ തിരുവനന്തപുരത്തോ തൃശ്ശൂരോ കൊച്ചിയിലോ ജോയിൻ ചെയ്യുന്നതോടെ പ്രൊഫൈൽ മാറ്റും, പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യും, കൊച്ചിയിൽ നിന്നാക്കും. ഇതാണ് ലിങ്ക്ഡിൻ്റെ. ശരിക്കും റിവേഴ്സ് മൈഗ്രേഷൻ ഇതിനേക്കാൾ ഉയർന്നതാണ്. ഇത് ലിങ്ക്ഡിൻ അക്കൗണ്ടുകളിലെ പ്രൊഫൈൽ ചേഞ്ചിനെ മാത്രം അനലൈസ് ചെയ്തിട്ടെത്തുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ 40,000 ആളുകൾ USA, യൂറോപ്പ്, ഗൾഫ് കൺട്രീസ്,
ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് ഏറ്റവും പോസിറ്റീവ് സൈനാണ്. ഈ റിപ്പോർട്ടിന് ശേഷം ജിയോ പൊളിറ്റിക്കൽ സാഹചര്യം വീണ്ടും മാറി. ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ രാവിലെ ഒരു താരിഫായിരിക്കും, ഉച്ചയ്ക്ക് വേറെ വിസ വരും, വൈകുന്നേരം വേറെ വരും. ഇദ്ദേഹം എങ്ങാനും ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണിറ്റാൽ അപ്പോൾ പ്രശ്നം, അപ്പോൾ പുതിയ താരിഫ് പ്രഖ്യാപിക്കും. അതുകൊണ്ട് ഉറക്കം സുഖമായി നടക്കട്ടെ എന്നാണ്, അദ്ദേഹം ശാന്തമായി ഉറങ്ങട്ടെ, അത്രയെങ്കിലും സമയം ഇത് മാറാതിരിക്കില്ലോ എന്നാണ് ആളുകൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രൊഫഷണൽ വിസ ഫീസ് കൂട്ടി, പെട്ടെന്നൊരു പാനിക് വരും. നമ്മൾ പറഞ്ഞു നോ, ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഗൂഗിൾ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ആകാം, അവരിത്രയും വിസ ഫീസ് നൽകി പ്രൊഫഷണൽസിനെ അവിടെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. സർവീസ് പ്രൊഡക്റ്റ് ആകാം, പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് കൂടും, കോമ്പറ്റീഷൻ പ്രശ്നമാവും. ഇപ്പോൾ ഫ്ലെക്സിബിളൈസാണ്. നിങ്ങൾ ഹൈ സ്പീഡ് കണക്ടിവിറ്റി കൊടുക്കുന്നു, അതേ പ്രൊഫഷണലിനോട് കൊടുക്കുന്നു. അപ്പോൾ അത് ഒരു പ്രശ്നമാണെന്ന് തോന്നുമ്പോഴും കേരളത്തിനൊരു സാധ്യതയാണ്. അതുകൊണ്ടാണ് നമ്മളാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ജെൻ AI കോൺക്ലേവ് നടത്തിയത്, IBMമായി ചേർന്ന്. ഇപ്പോൾ IBMൻ്റെ 3000 പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. GCCകൾ കേരളത്തിലേക്ക് വരുന്നു. GTC ഗ്ലോബൽ ടെക്നോളജിക്കൽ സെൻറ്റർ, ഗ്ലോബൽ കേപ്പബിലിറ്റി സെൻറ്റർ കേരളത്തിൻ്റെ അടുത്ത പൊട്ടൻഷ്യലാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നലെ ഹൈടെക് മാനുഫാക്ചറിങ് ഫ്രെയിംവർക്ക് ഇന്നലെ റിലീസ് ചെയ്യുകയുണ്ടായി. എങ്ങനെ ഈ സാധ്യതയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അടുത്ത മന്ത്രിസഭയോടുകൂടി ESG പോളിസി, എൻവയോൺമെൻറ്റ് സോഷ്യൽ ഗവേണൻസ് പോളിസി കൂടി നമ്മൾ റിലീസ് ചെയ്യും. അപ്പോൾ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. MSME സെക്ടറിൽ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് തുടങ്ങുമ്പോൾ 1,00,000 സംരംഭം, ഞാൻ ഉദ്യോഗസ്ഥരെല്ലാം ആദ്യം ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ എന്താണ് നമ്മുടെ കുഴപ്പം, എന്തുകൊണ്ട് ഇവിടെ വ്യവസായം തുടങ്ങുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സാധ്യത ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പോൾ പൊതുവെ കുറേ പ്രശ്നങ്ങൾ, എല്ലാം ഇപ്പോൾ സമയത്തെടുക്കുന്നില്ല. എനിക്കിത് കഴിഞ്ഞ് ഇവിടെ 2 ഫാക്ടറി വിസിറ്റ് ഉണ്ട്. പിന്നെ മോളിക്യൂൾ എന്ന് പറഞ്ഞ കൊരട്ടിയിൽ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് 2% ശാസ്ത്രജ്ഞന്മാർ, 2% ശാസ്ത്രജ്ഞന്മാരിലൊരാളാണ് ഇപ്പോൾ അവിടെ മോളിക്യൂൾ എന്ന് പറഞ്ഞ പുതിയ ബയോടെക് കമ്പനി തുടങ്ങിയത്, നിങ്ങൾ അറിയായിരിക്കും. അപ്പോൾ അവിടെ ഒരു സന്ദർശനമുണ്ട്, അത് കഴിഞ്ഞ് സിയാൽ പരിപാടി, പിന്നെ മെട്രോ പരിപാടി, ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തണം. ഇവിടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡീപ്പ് റൂട്ടഡ് പ്രിസംഷനായിരുന്നു. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ എന്താ ഉള്ളത്? പെട്ടിക്കട, ബീവറേജ്, ലോട്ടറി, ഇത് മാത്രമാണ്. പിന്നെ ഇവിടെ എല്ലാം അടച്ചുപൂട്ട വിടണം. 1900 രാജഭരണകാലം മുതലുള്ള ലിസ്റ്റ് ഇങ്ങനെ വരും. ആ മില്ല്, ഈ മില്ല്, ഇതൊക്കെ ഇവിടെ പൂട്ടി, ഇനിയൊന്നും നടക്കില്ല. ഞാൻ മന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ സംരംഭകരുടെ മീറ്റിംഗ് ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ ബഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനി ഏത് രാജ്യത്താണ്? ഒരു സംരംഭകനും കൈവക്കിയില്ല. കോമൺ പബ്ലിക് അല്ല, സംരംഭകരായിരുന്നു. അത് കേരളത്തിൻ്റെ ഒരു ഗ്രാമത്തിലാണ്. ഇപ്പോൾ ആളുകൾക്കെല്ലാം അറിയാം, നിങ്ങൾക്കറിയാലോ അല്ലേ? അറിയാവുന്നവരൊന്ന് കൈവക്കിയ പോരാ. നിങ്ങൾ ഈ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? എന്നാൽ ആ ഒരു ബസ്സില്ലേ, ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയ ബസ് തടഞ്ഞെടുത്തി, പ്രശ്നമുണ്ടായി, ഇൻഡർസ്റ്റേറ്റ്, അതറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈപോക്കി. അല്ലെ കോട്ടയത്ത് നമ്പർ കിട്ടാത്തതിൻ്റെ പേരിൽ ഒരാൾ സമരം ചെയ്തില്ലേ? അല്ലെ ആന്തൂർ ആളുടെ പേരറിയാത്ത ആരെങ്കിലും ഉണ്ടെന്ന് കൈപോക്കി. എന്നുപടി എല്ലാവർക്കും അറിയാം. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. ലോകത്തിൽ ഏറ്റവും വലിയ ബ്ലഡ് ബാഗ് ഉണ്ടാക്കുന്ന കമ്പനിയുള്ള ഒരു സംസ്ഥാനത്താണ് ഞാൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ലോകത്തേത് സ്ഥലത്ത് നിന്നാൽ അഭിമാനപൂർവ്വം ഇൻട്രൊഡ്യൂസ് ചെയ്യാമല്ലോ. ദാറ്റ് ഈസ് തെർമൽ പെൻപോൾ. ഇപ്പോൾ നമ്മുടെ KSRTC ചെയർമാനാണ് അദ്ദേഹം, ശ്രീ ബാലഗോപാൽ. IAS രാജിവെച്ചിട്ട് ശ്രീചിത്ര തിരുനാൾ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി ഉപയോഗിച്ചിട്ട് യൂണിറ്റ് തുടങ്ങിയതാണ് അന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറേ കാലം 3-4 കൊല്ലം ശ്രമിച്ചിട്ട് നമ്മുടെ ജില്ലയിൽ തന്നെയായിട്ടും മന്ത്രി ആകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണ് ഡെൻ കെയർ, ഏഷ്യയിലെ ഏറ്റവും വലിയ കൃത്രിമ പല്ലുണ്ടാക്കുന്ന കമ്പനി. 3000-4000 സ്ത്രീകളാണ്, ആളുകളാണ് ജോലി ചെയ്യുന്നത്. എത്ര പേർക്കറിയാം? ലോകത്തിലെ 1ാമത്തെ
സ്പേസ് പ്രോസസ്സിംഗ് കമ്പനി, രണ്ടാമത്തെ സ്പേസ് പ്രോസസ്സിംഗ് കമ്പനി, മൂന്നാമത്തെ സ്പേസ് പ്രോസസ്സിംഗ് കമ്പനി ഉള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്റ്റീൽ കമ്പനികളൊന്ന് കേരളത്തിലുണ്ട്. എവിടെ നോക്കി, ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വ്യവസായം നോക്കുമല്ലോ. അപ്പോൾ ഫ്രാൻസിലേക്ക് എർത്ത് മെറ്റീരിയൽ അയക്കുന്ന ചെറിയ കമ്പനി ഉണ്ട് അവിടെ, ഫ്രാൻസിലേക്ക്. കഴിഞ്ഞ ദിവസം പാലക്കാട് ഒല്ലൂരിൽ നിന്ന് പോയാലാണ് നമ്മുടെ പാലക്കാട് കിൻഫ്ര പാർക്കിൽ വലിയ എക്യുപ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നത്. അവർ അമേരിക്കയിലേക്ക് അയക്കുന്നുണ്ട് എക്യുപ്മെൻറ്റ്സ്. അപ്പോൾ കേരളം ഈ പറയുന്ന കേരളം അല്ല ശരിക്കും. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ഷോക്കേസ് ചെയ്തു. അപ്പോൾ ഉടൻ ആളുകൾ താഴെ വരും, ഇതിപ്പോൾ നിങ്ങൾ തുടങ്ങിയതാണല്ലോ, ഇത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ, നേരത്തെ എന്തായിരുന്നു, ഇവിടെ ഒന്നുമില്ല എന്നായിരുന്നു, അന്നല്ല ഇതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആളുകൾ താഴെ വരും. പിന്നെ പല പുതിയ പുതിയ കമ്പനികൾ വരാൻ തുടങ്ങി. പുതിയ കമ്പനികൾ വരുന്ന എഴുതിയാൽ ആളുകൾ എന്ത് ചോദിക്കും, ഇതിൽ ഗവൺമെൻറ്റിന് എന്താ റോള്, ഗവൺമെൻറ് നിക്ഷേപമുണ്ടോ? യഥാർത്ഥത്തിൽ അതുവരെ എന്താ ചോദിച്ചുകൊണ്ടിരുന്നത്, ഈ ഗവൺമെൻറ്റല്ലേ ഇതൊക്കെ ഓടിക്കുന്നത്. ഈ അതുകൊണ്ട് കൃഷ്ണയിള പത്മഭൂഷൺ അദ്ദേഹം അങ്കമാലിയിൽ കല്ലിടുന്ന ചടങ്ങിൽ 2 കാര്യം പറഞ്ഞു. ഒരു കാര്യം, നിങ്ങളുടെ CAA കോൺഫറൻസിന് അദ്ദേഹത്തിൻ്റെ വൈഫ് സൗത്ത് ഇന്ത്യൻ അന്ന് തിരുവനന്തപുരത്ത് നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഡിന്നർ മീറ്റിംഗ് കാണുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചല്ല, നമുക്ക് എന്തെങ്കിലും തുടങ്ങണ്ടേ, ആലോചിക്കാം എന്ന് പറഞ്ഞു. ദാവോസിൽ അദ്ദേഹത്തിൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, ഏകദേശം ധാരണയായി. IKGS-ൽ EOE വെച്ചു, ഇപ്പോൾ കല്ലിട്ടു. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് 7 ദിവസം കൊണ്ട് ഓൺലൈനിൽ തന്നെ എല്ലാം കിട്ടി, പ്രത്യേകമൊന്നും വേണ്ടി വന്നില്ല. ഇവിടെ ചടങ്ങിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇവിടെ കേരളത്തിൽ തുടങ്ങാൻ പോകുമ്പോൾ, ഇത് ഹൈദരാബാദാണ്, അപ്പോൾ മലയാളികൾ വന്നിട്ട് ചോദിച്ചു, അയ്യോ വെറുതെ എന്തിനാ അവിടെ പോയി ചാടണേ. വേറെ ആരും ചോദിച്ചില്ല, മലയാളികളാണ്. ദുബായിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ കേരളത്തിൽ തുടങ്ങാം. അപ്പോഴേക്കും കുറച്ച് മലയാളികൾ വന്നു, അയ്യോ അവിടെ ഒന്നും പോയിട്ടൊരു കാര്യമില്ല, അവിടെ സമരവും കൊടികുത്തലാണ്, വലിയ പ്രശ്നമായിരിക്കും, നിങ്ങൾ വെറുതെ അപകടത്തിൽ ചാടണ്ട. ഇങ്ങനെ സ്വന്തം നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ അധികം ഉണ്ടാവില്ല എന്ന് അദ്ദേഹം ആ മീറ്റിംഗ് പറഞ്ഞു. ഇതുപോലെ തന്നെ ഞാനൊരു ഇംഗ്ലീഷ് ചാനലിനൊരു പോഡ്കാസ്റ്റ് കൊടുത്തു കുറച്ച് നേരത്തെ. അപ്പോൾ വലിയ അഭിപ്രായമായിരുന്നു, പൊതുവെ നല്ല പോഡ്കാസ്റ്റിംഗ് ആണ്. ഇത് കഴിഞ്ഞിട്ടൊരു ദിവസം എന്നോട് ചോദിച്ചു, അല്ല നിങ്ങൾ ദാവോസ് കൊടുത്താണ്, എക്കണോമിക് പ്ലാറ്റ്ഫോമാണ്, നിങ്ങളുടെ മലയാളികളോളം നാടിനെ സ്നേഹിക്കുന്ന ആളുകൾ അധികം ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തോ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എന്താ കാര്യമല്ല. കമൻറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ലോകത്തുള്ള എല്ലാവരും നിങ്ങളുടെ നേട്ടങ്ങൾ അഭിനന്ദിക്കുന്നുണ്ട്. അതിനടിയിലൊന്ന് മലയാളി പറയും, ഞാൻ കേരളത്തിൽ നിന്നാണ് വരണട്ടെ, ഇതൊന്നും ഇവിടെ ഇല്ല കേട്ടോ എന്ന് അതിനടിയിൽ കൊണ്ടെഴുതും. ഇങ്ങനെ സവിശേഷ ജനിതക ഘടനയുള്ള ഒരു വിഭാഗം നമുക്കിടയിലുണ്ട് എന്നതാണ് ഇപ്പോഴും ഉള്ള ഒരു പ്രശ്നം. ബാക്കിയെല്ലാം ക്ലിയറായി. കേരളത്തിലൊരു പ്രധാന മാധ്യമം ഒരു റൗണ്ട് ടേബിളിന് വിളിച്ചു, വിവേകം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്നോട് ആദ്യം സംസാരിക്കാൻ ഞാൻ അവസാനം സംസാരിക്കാം. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ് ചർച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു കാര്യമാണ്, എല്ലാവരും മാറി, ഞങ്ങൾ നന്നായി മാറി, നാട് പൊതുവെ മാറി. ഇനി നിങ്ങൾ കൂടി കുറച്ച് മാറിയാൽ ഈ മാധ്യമം കുറേ കൂടി നാട് നന്നാവും. കാരണം ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇത്രയും മാറ്റങ്ങൾ അത് മീഡിയയാണല്ലോ കൊണ്ടുവരണ്ടേ. ലോകത്താദ്യമായിട്ടാണ് ഒരു മാധ്യമം ഈ പറയുന്ന അത്ര വ്യവസായം ഇവിടെ തുടങ്ങിയില്ല എന്ന് പറയാൻ എലക്ഷൻ റിസൾട്ട് നടത്തുന്ന പോലെ ഒരു പരിപാടി നടത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലർ പറഞ്ഞു, ഓ ഈ MSME കൂടി എന്നൊക്കെ പറയുന്നത് വെറുതെ ഇത് PR അല്ലേ, മന്ത്രി ഇങ്ങനെ, ശരിക്കും നമ്മുടെ PR വർക്ക് ചെയ്യുന്നില്ല, അതാണ്. അല്ലെങ്കിൽ കുറേ കൂടി ഈ നേട്ടം ശരിക്കും വിസിബിൾ ആകേണ്ടതാണ്. അപ്പോൾ ഉദ്യമ രജിസ്ട്രേഷൻ വന്നുകൊണ്ടാണ് ഈ മാറ്റം. അപ്പോൾ പിന്നെ നിയമസഭയിലും പറയണം. അപ്പോൾ ഞാൻ വെറുതെ ഉദ്യം നോക്കി, നിങ്ങളോട് നോക്കി, ഉദ്യം 2021 നോക്കുമ്പോൾ 80,000 താഴെ ഉള്ളൂ കേരളത്തിൽ. ഇപ്പം എത്രയാണ്? ഇപ്പം എത്രയുണ്ട്? ഇന്നത്തെ ഞാൻ നോക്കിയില്ല, ധനം നോക്കിയിട്ടുണ്ടോ? ലോകത്തിലെ ഏറ്റവും വലിയ ഉപകരണം കയ്യിലല്ലേ, എടുത്ത് നോക്കിയേ.
ചെക്ക് ചെയ്തൊക്കെ സെർച്ച് എഞ്ചിൻ മാറിയപ്പോൾ ടൂളുകൾ വന്നു, ഏജൻറ്റുകൾ വന്നു. ഐ തിങ്ക് ഞാൻ നോക്കിയിട്ടില്ല, ഒരു 15.4 ഞാൻ നേരത്തെ കണ്ടു. ഇപ്പോൾ ഒരു 15. അപ്പോൾ 85,000 15.5 ലക്ഷം ഉദ്യം രജിസ്ട്രേഷൻ വന്നാൽ എനിക്ക് വേണമെങ്കിൽ ഈ കണക്ക് രണ്ടും കേന്ദ്രത്തിൻ്റെ കണക്കാണ്. ഇത് കാണിച്ചിട്ടതാ ഞാൻ മന്ത്രിയാകുമ്പോൾ ഉദ്യത്തിൽ ഇത്ര MSME ഉള്ളൂ, 80,000. ഇപ്പോൾ എത്ര പ്രകാശ്? 15.5 lakhs. അപ്പോൾ എത്രയായി പുതിയ സംരംഭം? ഓൾമോസ്റ്റ് 15 lakhs കണക്കിൽ. കൈയടിക്കേണ്ട, അത്രയില്ല. കാരണം ഇൻഫോർമൽ MSME ട്രേഡ് എല്ലാം ഡെഫിനിഷൻ വിപുലപ്പെടുത്തി, നമ്മൾ മാസമായിട്ടുള്ള ക്യാമ്പയിൻ നടത്തി, എല്ലാവരും ഉദ്യത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ കണക്ക് വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം 15 lakhs പുതിയ MSME. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ സൈറ്റാണ്. പക്ഷെ നമ്മൾ ഒരു 3.5 lakhs MSME ആണ് പുതുതായി വന്നിട്ടുള്ളത്. അതൊരു റെക്കോർഡാണ്. അതുകൊണ്ട് പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME ഇൻ ഇന്ത്യ. അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ 88 വർഷത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെൻറ് ഇനീഷ്യേറ്റീവിന് നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് സെക്ടർ എന്നുള്ള പ്രത്യേകമായിട്ടുള്ള അംഗീകാരം നൽകി. ചരിത്രത്തിലാദ്യമായിട്ടാണ്. അത് വാങ്ങിക്കാൻ നമ്മൾ വിട്ടില്ല. കേന്ദ്രത്തിൻ്റെ സെക്രട്ടറിയോട് പറഞ്ഞ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. നമ്മുടെ പദ്ധതി എന്തായാലും പോട്ടെ. പ്രസംഗം പിന്നെ അതുകൊണ്ട് കുറച്ചുകൂടി സൗകര്യം, ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യണ്ടല്ലോ. എനിക്കാണെങ്കിൽ അവിടെ പോയി തിരിച്ച് വീണ്ടും ഇവിടെ വരേണ്ടതായിരുന്നു. വെർച്വലായിട്ട് നമുക്ക് പ്രസംഗിക്കാനും പറ്റി. ഈ MSMEകൾ നമ്മുടെ കരുത്താണ്. എപ്പോഴും നമ്മൾ വസ്തുതകൾ നോക്കിയാൽ മതി. 2021 MSME ഔട്ട്സ്റ്റാൻഡിങ് ലോൺ എത്രയായിരുന്നു? അറൗണ്ട് 48,000 lakhs. 48,000, 48,000 കോടി. ഇപ്പോൾ എത്രയുണ്ട്? ഓൾമോസ്റ്റ് 1 lakh crore. MSMEകൾക്ക് ഇപ്പോൾ ബാങ്കുകൾ കൊടുത്തിരിക്കുന്നത് 1 ലക്ഷം കോടി ലോണാണ്. 2021 നിന്ന് 2025 എത്തിയപ്പോൾ നേരെ ഡബിളായി. ഇതെന്ത് കാണിക്കുന്നു? എല്ലാം പൂട്ടിക്കൊണ്ടിരിക്കുന്നതാണെന്നാണോ? ഒന്ന് പുതുത് വരുന്നു, നിലവിലുള്ളത് വളരുന്നു. ഇപ്പോൾ ഈ IKGS ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരുടെ യോഗം ചേരും. എല്ലാ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഇവിടെ ഇനി നിങ്ങളെല്ലാം പ്രസംഗിക്കുമല്ലോ. വകുപ്പ് മന്ത്രിമാരുടെ യോഗം ചേരുകയുണ്ടായി. അപ്പോൾ ഏത് വകുപ്പ് എന്തൊക്കെ മാറ്റം വേണം? ഇപ്പം അതിൽ 100-ലധികം ചട്ടങ്ങൾ LSD ഡിപ്പാർട്ട്മെൻറ്റ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അമെൻഡ് ചെയ്തു. ഇനി ഇപ്പം ഞങ്ങൾ ബിൽഡിംഗ് റൂൾസ് കൂടി ഇപ്പോൾ മാറ്റാൻ പോവുകയാണ്. വെറ്റ് ചെയ്ത് മിക്കവാറും പോകും. അതിൽ പ്രധാനപ്പെട്ടത് വീട്ടിലും സംരംഭം തുടങ്ങാം. കേരളത്തിൻ്റെ ഒരു സാധ്യത, നമ്മുടെ ഒരു ആവറേജ് 2,500-3,000 സ്ക്വയർ ഫീറ്റുള്ള വീടുകളിൽ നിന്നാണ്. ചെറുതുണ്ടാവും, പക്ഷെ ആവറേജ് നോക്കുമ്പോൾ ഹൗസ് വാമിങ് ആവേശകരമായിരിക്കും. അത് കഴിഞ്ഞിട്ടിത് ഒരു 600-700 സ്ക്വയർ ഫീറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ വെറുതെ കിടക്കുകയാണ്. പിന്നെയാണ് അന്ന് ആലോചിച്ചില്ലല്ലോ എന്ന് തോന്നുക. പിന്നെ കേരളത്തിൻ്റെ രണ്ടാമത്തെ സ്ട്രെങ്ത് ഹൈലി സ്കിൽഡ് ഹോം മേക്കേഴ്സ് വീട്ടിലിരിക്കുകയാണ്. MBA വീട്ടമ്മ, MCOM വീട്ടമ്മ, BTech വീട്ടമ്മ. ശരിക്കും ക്രിമിനൽ കുറ്റാണ്. ഇപ്പോൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്നോ അല്ലെങ്കിൽ പോട്ടെ വിമല കോളേജിൽ നിന്നൊരു സ്ത്രീ, ഒരു പെൺകുട്ടി സ്കൂൾ കഴിഞ്ഞ് +2 കഴിഞ്ഞ് കോളേജിൽ ചേർന്ന് PGയും കഴിഞ്ഞ് പോകുമ്പോൾ സർക്കാർ എത്ര പണം മുടക്കിയിട്ടുണ്ടാവണം പെർ സ്റ്റുഡൻറ്റ് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ കിട്ടാൻ? സർക്കാർ മുടക്കുന്നൊരു ധാരണ പണം, ജനങ്ങളുടെ പണമാണ്. എന്നിട്ട് ഇവർ കുട്ടിയെ നോക്കിയും മാങ്ങച്ചമ്മന്തി അരച്ചും സീരിയലും കണ്ടിരിക്കുമ്പോൾ സമ്പദ്ഘടനയ്ക്ക് എന്ത് കിട്ടുന്നു? അവരുടെ കുഴപ്പമല്ല, നമ്മുടെ സാമൂഹിക ഘടനയുടെ കുഴപ്പമാണ്. ഇപ്പോൾ പഠനം കഴിഞ്ഞു, BTech കഴിഞ്ഞു, ജോലി കിട്ടി. ജോലി കിട്ടുമ്പോഴേക്കും ആലോചന തുടങ്ങി, കല്യാണമായി. കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തെ കുഞ്ഞായി. ജോലിക്ക് വേണോ വേണ്ടേ എന്നൊക്കെ ചിന്തയിൽ അടുത്ത കുട്ടിയായി. അന്ന് ഇനി വീട്ടിൽ തന്നെ കുട്ടികൾ വളരട്ടെ എന്ന് കരുതും, ജോലി വിടും. ഇപ്പോഴത്തെ തലമുറയല്ലാട്ടെ, ഇപ്പോൾ തലമുറ അവരവരുടെ കുറേ കൂടി പ്ലാൻഡാണ്. ഞാൻ പറഞ്ഞ ഇത് മുമ്പുള്ള ഈ വീട്ടിൽ പൊടി പിടിച്ചിരിക്കുന്ന
ഈ പ്രൊഫഷണൽസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴോ കുട്ടികൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും മറന്നുപോയി. നേരത്തെ ഒന്നിനും സമയമില്ലേ, കുട്ടിയെ റെഡിയാക്കണം, സ്കൂളിൽ വിടണം, കാര്യം കഴിയണം. ഇവരങ്ങ് പോയി കഴിഞ്ഞ് ജോലിക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോ പഠിക്കാനോ പോയി കഴിയുമ്പോഴേക്കും പിന്നെ ഈ സമയം എന്ത് ചെയ്യും? ആകെ ഒരു സൗകര്യം രാത്രി കാണിക്കുന്ന ഉച്ചയ്ക്കും കാണിക്കും. അപ്പോൾ കുറച്ചത് കണ്ടിരിക്കാം, ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. ഇതെന്ത് ചെയ്യും നമ്മൾ? അതാണ് ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ വീട്ടിൽ നിങ്ങൾ 50% നിങ്ങൾ താമസിക്കുന്ന സ്ഥലം വ്യവസായത്തിന് എടുത്തോളൂ. നിങ്ങളുടെ 4 കമ്പ്യൂട്ടർ ഇട്ടോ. ഇപ്പുറത്തെ ബിടെക് വീട്ടമ്മയും അപ്പുറത്തെ BSc കമ്പ്യൂട്ടർ വീട്ടമ്മയും അപ്പുറത്തെ BCom വീട്ടമ്മയും ഇവിടെ ഇരുന്നോ. വർക്ക് ഫ്രം ഹോം. നിങ്ങളെ ഞങ്ങൾ സ്കിൽ അപ്ഡേറ്റ് ചെയ്ത് തരാം. നിങ്ങൾക്ക് സ്കില്ലൊന്ന് അപ്സ്കിൽ ചെയ്യണോ, ഞങ്ങൾ നൽകാം, ഗവൺമെൻറ്. ഇങ്ങനെ ഇനി ഒഴിഞ്ഞു കിടക്കുന്ന വീടാണ്. ചിലത് പറയും ആ വീട് ഒഴിഞ്ഞു കിടക്കണം, ഈ വീട് ഒഴിഞ്ഞു കിടക്കണം. അത് 100% നിങ്ങൾ വ്യവസായത്തിനെടുത്തോ. ഇത് വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ചട്ടഭേദഗതി കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്നത്. നിങ്ങൾ ചൈനയുടെ വ്യവസായ വളർച്ച നോക്കിക്കോളൂ. വീട്ടിൽ തന്നെയാണ്. വീട്ടിൽ തന്നെയാകുമ്പോൾ ഉടമയും ജോലിയെടുക്കുന്ന ആളും വീട്ടുകാർ തന്നെ ആയിരിക്കും മിക്കവാറും. മൊത്തം പ്രൊഡക്ഷൻ കോസ്റ്റിൽ അത് മാറും, മൊത്തം കോമ്പറ്റീറ്റീവ് ആവും. ഇത് ഈ കമ്പ്യൂട്ടർ മാത്രമല്ല. ഇപ്പോൾ നമ്മൾ പാലക്കാട് സ്മാർട്ട് സിറ്റി കൊടുക്കുന്നു. ഇതൊരു വണ്ടർഫുൾ സിറ്റി ആയിരിക്കും. കാരണം ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് അല്ല, 50-52% ഇൻഡസ്ട്രി ഉണ്ടാവുള്ളൂ. ബാക്കി സർവീസ്, ഹോട്ടൽസ്, സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എല്ലാം ചേരുന്ന ഒരു മോഡേൺ സിറ്റി ആയിരിക്കും ഈ പാലക്കാട് സ്മാർട്ട് സിറ്റി. നമ്മൾ ഇൻഡസ്ട്രിയൽ പാർക്ക് വരണമെന്ന് പറയുമ്പോൾ അവിടെ മുഴുവൻ കമ്പനി, ഇതല്ല, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഹൈടെക് മാനുഫാക്ചറിങ് കമ്പനീസ് ഉണ്ടാവും. ഒരു 53, ഒരു പകുതിയോളം സ്ഥലം ഈ ഭാഗത്ത്, അതിൽ കുറേ ഭാഗം പച്ചപ്പ്, അതുപോലെ റെയിൻ ഹാർവെസ്റ്റിംഗ്, ഇതൊക്കെയുള്ള ഒരു മോഡേൺ സിറ്റിയാണ്. അവിടെ ഒരു ഇലക്ട്രോണിക് കമ്പനി വരുന്നു, ചെറിയ കമ്പോണൻസ് വേണ്ടി വരും. ആ ചുറ്റുവട്ടത്തിൽ വീടുകൾ നമുക്ക് ഉപയോഗിക്കാം. ഈ കമ്പനിയെ കൊണ്ട് ഇവരെ നമുക്ക് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കാം. അവർ വീട്ടിലിരുന്നുണ്ടാക്കും. എല്ലാ വീട്ടിലും ഒരു സംരംഭം വരാം. അപ്പോൾ ആളുകൾക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഫ്ലെക്സി ടൈമാണ്. നിങ്ങൾക്ക് രാവിലെ എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് നിങ്ങളുടെ സൗകര്യത്തിൽ ചെയ്താൽ മതി. ഈ മാറ്റം വലിയ തോതിൽ ഇപ്പോൾ വരികയാണ്. ഇത് MSMEകൾക്ക് ഒരു കുതിപ്പുണ്ടാവും. അത് തുടർന്ന് ഇനിയിപ്പോൾ ബിൽഡിംഗ് റൂൾസും നമ്മൾ മാറ്റും. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസിൽ വന്നതിൽ 31% ന്യൂ ഓൺട്രപ്രണേഴ്സ് ആർ വുമൺ ഓൺട്രപ്രണേഴ്സ്. 31% സ്ത്രീ സംരംഭകരാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ ഒക്ടോബർ 13 ഹയാത്തിൽ വെച്ച് വുമൺ ഓൺട്രപ്രണേഴ്സ് കോൺഫറൻസ് നടത്തുകയാണ്. ഇവിടെ വെച്ച് എയർ എൻ്റർപ്രൈസസ് അവർ ഫ്യൂച്ചർ. സ്ത്രീയുടെ സംരംഭമാണ് നമ്മുടെ ഭാവി. ഇതാണ് അതിൻ്റെ മോട്ടോ. ഈ മാറ്റങ്ങൾ കൂടുതൽ സംരംഭങ്ങളിലേക്ക് എത്തുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞ് പുതിയ പോളിസിയൊക്കെ വന്നു, നിയമങ്ങൾ മാറി. നിങ്ങൾക്ക് ശരിക്കും 2 മിനിറ്റ് കൊണ്ട് ഒരു വ്യവസായം തുടങ്ങാം. K-50 രജിസ്റ്റർ ചെയ്താൽ മതി. നിയമാനുസൃതമായിരിക്കണം. ഇപ്പോൾ ഒരു പുതിയ പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ 3.5 വർഷം കഴിയുമ്പോൾ ചിലർ കരുതിയിരിക്കുന്നത് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്താനാണ് K-50 എന്നല്ല. ഇപ്പോൾ ഒരാൾ എന്നോട് പറയാണ് വന്നിട്ട്, സാർ ഞാൻ 30 കോടി മുടക്കിപ്പോയി, ഇതന്ന് ശ്രദ്ധിച്ചില്ല, K-50 അല്ലേ. അത് നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. ബയർ ബിവെയർ എന്ന് പറയുന്ന പോലെ തുടങ്ങുന്നയാൾ നിയമപരമായിട്ട് ആണെന്ന് നിങ്ങൾ നൽകുന്ന സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ ഡീംഡ് ലൈസൻസ് നൽകുന്നത് 3.5 വർഷത്തേക്ക്. അപ്പോൾ അത് ഉറപ്പുവരുത്തിക്കൊള്ളണം, നിയമപരമായിരിക്കണം. നിങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാം. 3.5 വർഷം, നേരത്തെ 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ലൈസൻസ് എടുക്കാമെന്നായിരുന്നു. ഈ 6 മാസം ടെൻഷനായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ നമ്മളത് മാറ്റി 3.5 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും എടുത്താൽ മതി, എപ്പോഴെങ്കിലും ലൈസൻസ് എടുത്താൽ മതി. ഇതെല്ലാം ഇവിടെ നിങ്ങൾ ചർച്ച ചെയ്യുമായിരിക്കും ദിനത്തിൻ്റെ ഭാഗമായി. ഞാൻ MSME മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ നാനോ, മൈക്രോ, സ്മോൾ, മീഡിയം, ഇപ്പോൾ ഡെഫിനിഷൻ ഒന്നും കൂടി വിപുലപ്പെടുത്തിയിട്ടുണ്ട്. മിഷൻ 1000 എത്ര പേര് കേട്ടിട്ടുണ്ട് എന്ന് കൈവയ്ക്കുക? നിങ്ങൾ സംരംഭകരല്ലാത്തവരെന്ന് കൈവയ്ക്കുക.
അപ്പോൾ എല്ലാവരും സംരംഭകരാണ്. ഒരാൾ 2 പേര് സംരംഭകരല്ലാത്ത. അപ്പോൾ നിങ്ങളുടെ 3 4, എന്നാലും നിങ്ങൾ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ, വന്നിട്ടുണ്ടാവും അല്ലേ? മിഷൻ 1000 1000 സംരംഭങ്ങൾ, ആവറേജ് 100 കോടി ടേൺ ഓവർ. നിങ്ങൾക്കൊരു 70 കോടി ടേൺ ഓവർ ഉണ്ട്, 100 കോടി ആക്കാൻ പറ്റുമോ? അതിനൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയാം എലിജിബിൾ ആണോ ഇല്ല എന്നുള്ളത്. 60 മാർക്ക് കിട്ടിയാൽ മുകളിൽ കയറിപ്പോവും. ചിലപ്പോൾ 120 കോടി ഉണ്ട്, ഇപ്പോൾ 150 ആക്കാം. അപ്പോൾ ശരാശരി 1000 സ്ഥാപനങ്ങൾ 100 കോടി ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ എത്ര കോടിയായി? 1 lakh crore ടേൺ ഓവർ. 1,00,000 കോടി ടേൺ ഓവറുള്ള 1000 സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മുടെ സമ്പദ്ഘടന റവന്യൂ കൂടും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ കേന്ദ്രം ഇങ്ങനെ വല്ലാതെ ഞെരുക്കിയിട്ടും ഓണം സമൃദ്ധിയായില്ലേ? ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. ഡൊമസ്റ്റിക് ആയിട്ടുള്ള വരുമാനം കൂടിയിരിക്കുന്നു. അത് കാണിക്കുമ്പോൾ എന്താ? പ്രൊഡക്ഷൻ കൂടിയിരിക്കുന്നു, ട്രേഡ് കൂടിയിരിക്കുന്നു, എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടിയിരിക്കുന്നു, ആനുപാതികമായിട്ട് ടാക്സും കൂടിയിരിക്കുന്നു, GSTയും കൂടിയിരിക്കുന്നു. അപ്പോൾ 1000 സ്ഥാപനങ്ങൾ വന്നാൽ അത് തൊഴിലിലും സമ്പദ്ഘടനയിലും മാറ്റേണ്ട. അതാണ് മിഷൻ 1000. പിന്നലെ ഞാൻ കുറച്ച് ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇന്നലെ പ്ലാൻ ഇതിലേക്ക് ചർച്ചയിൽ ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് മിഷൻ 10,000 നെക്സ്റ്റാണ്. ചെറുതാണ്. ഇപ്പം വന്നത് കുറേ നാനോ ഉണ്ട്. 10 ലക്ഷം 20 ലക്ഷമൊക്കെ ടേൺ ഓവർ ഉള്ളതാണ്. അതിൽ നിന്ന് 10,000 നാനോ യൂണിറ്റ്സ്, ആവറേജ് 1 crore ടേൺ ഓവർ. ചെറുത്. ആദ്യത്തേന് നമ്മൾ 2 കോടി അതിൻ്റെ ക്യാപിറ്റൽ മോഡേണൈസേഷന് കൊടുക്കും. മിഷൻ 1000-ന് ഇൻട്രസ്റ്റിൻ്റെ 50,000, 50 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ കൊടുക്കും. പിന്നെ ഒരു ഹാൻഡ് ഹോൾഡ് ഒരാളെ കൊടുക്കും. ഇതാണ് മിഷൻ 10,000. മിഷൻ 10,000 ചെറിയ സാമ്പത്തിക സഹായം ബാക്കിയും. പിന്നെ MSME നേരിടുന്ന പ്രശ്നം എന്താണ്? ഒന്ന്, നിങ്ങൾക്ക് മാർക്കറ്റ് പ്രശ്നം വരാം, ഫിനാൻഷ്യൽ പ്രശ്നം വരാം, ടെക്നോളജി പ്രശ്നം വരാം, മാനേജ്മെൻറ്റ് പ്രശ്നം വരാം. ചിലർ ആവേശത്തിലെടുത്ത് ചാടി തുടങ്ങിയിട്ടുണ്ടോ? ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പോഡ്കാസ്റ്റ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടുണ്ടോ? വരവേൽപ്പ് സിനിമ. കേരളത്തിലൊന്നും നടക്കില്ല, ആ ബസ് മുതലാളി നഷ്ടപ്പെട്ടു. ഞാനപ്പോൾ ഇത് പറഞ്ഞു, അമേരിക്കയിലും ഇയാൾ ബസ് ഓടിച്ചാൽ അന്ന് തന്നെ പൂട്ടാനിടയുണ്ട്. കാരണം നിങ്ങൾ കഠിനമായി അധ്വാനിച്ച് കിട്ടിയ പണം കൊണ്ടുവന്നിട്ട് ബസ് വാങ്ങിക്കുകയാണ്. ജീവിതത്തിൽ ബസ്സിൽ കയറിയിട്ട് സഞ്ചരിച്ച് പോലും അനുഭവമില്ലാത്ത ആളാണ്. വാങ്ങിക്കണ ബസ്സിൻ്റെ നെറ്റും ബോൾട്ടും ടയറും മര്യാദയ്ക്ക് ഉണ്ടോ എന്ന് വരെ നോക്കാതെ വാങ്ങിക്കുകയാണ്. ബസ്സിന് വരുമാനം കിട്ടുന്നത് യാത്രക്കാരൻ നൽകുന്ന ടിക്കറ്റ് ചാർജാണ്. ആ കാശ് കൈകാര്യം ചെയ്യാൻ ഒരു പരിചയമില്ലാത്ത ആളെ വയ്ക്കുകയാണ്. ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സാണ്. ആ ബസ്സാണെങ്കിൽ വേറെ രാജ്യത്തെങ്ങാനായിരുന്നെങ്കിൽ റോട്ടിൽ ഇറങ്ങണതിന് മുമ്പ് കട പൂട്ടിയനെ. ഇവിടെ എന്ത് പറ്റി? ഇവിടെ പറയണോ, അയ്യോ ദേ കൊടി കുത്തി പൂട്ടിച്ചല്ലോ എന്നാണ്. ശരിക്കും ആ സിനിമ നൽകുന്ന സന്ദേശം ഇങ്ങനെയൊന്നും വ്യവസായം തുടങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ഉണ്ടായ സന്ദേശം എന്താണ്? പ്രതീതി കേരളത്തിൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ കൊടി കുത്തും, പ്രശ്നവും, ആകെ കച്ചവടം പൂട്ടുന്നതാണ്. യഥാർത്ഥത്തിൽ മാനേജ്മെൻറ്റിൻ്റെ ഓൺട്രപ്രണർഷിപ്പിൻ്റെ പാഠം ഇതാണ്. ഏറ്റവും വേസ്റ്റ് എക്സാമ്പിൾ ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ. ഇനി അയാൾക്കറിയില്ല, അറിയാവുന്ന ഒരാളെങ്കിലും കൂടെ വേണ്ടേ? ബസ് പോവാണ്, ബസ്സിൻ്റെ പുറകിൽ ടാക്സി പിടിച്ചിട്ട് ബസ് ഓടുന്നു എന്നറിയാം, എങ്ങനെയുണ്ടാവും? അപ്പോൾ ആളുകൾ കൈയടിക്കണോ? കൊള്ളാം, മോഹൻലാലാണല്ലോ പോണത്. സംഗതി എന്താ? അയ്യോ ഇയാൾക്ക് വല്ല കച്ചവടം അറിയോ എന്ന് നമ്മൾ അപ്പം ചിന്തിക്കണ്ടേ? അപ്പോൾ ഇത് അറിയാത്തവർ തുടങ്ങും. ഞാൻ സാന്ദർഭികമായി പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് കേരളം ഇങ്ങനെയാണെന്ന് പ്രതീതി ഉണ്ടാക്കിയത്. നിങ്ങൾ ഈ ഒരു പ്രശ്നം വന്നു, MSME ക്ലിനിക് ഇപ്പം എല്ലാ ജില്ലയിലുണ്ട്. അറിയാവുന്നവരൊന്ന് കൈവയ്ക്ക്. ജനം കുറച്ചുകൂടി സർക്കുലേഷൻ കൂട്ടണം ഇവർക്ക്. അതിലിതൊക്കെ കാര്യങ്ങൾ പറയണം. ഞങ്ങളുടെ ഒന്നും പടം കൊടുത്തിട്ട് വലിയ കാര്യമില്ല. നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ മതി. ഇതാണ് ഒരു പ്രശ്നം വന്നാൽ
നിങ്ങൾ നേരെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ MSME ക്ലിനിക്ക് ഉണ്ട്, അവിടെ പോയിട്ട് അഡ്വൈസ് എടുക്കാം. പാനലുണ്ടാവും, എക്സ്പെർട്സ് പാനൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കാശ് ഗവൺമെൻറ് കൊടുത്തോളൂ. നിങ്ങൾ അതിനെക്കുറിച്ച് അവരുടെ റെന്യൂമറേഷൻ ഗവൺമെൻറ് കൊടുക്കും. ഒരു തവണ കാണാം, പിന്നെ ഒരു തവണയും കൂടി കാണാം. ഇത് തന്നെ വ്യവസായമാക്കരുത് മാത്രമേ ഉള്ളൂ. ചിലർക്ക് എത്ര ഡോക്ടറെ കണ്ടാലും തൃപ്തിയാവില്ല. ഒരു ഡോക്ടർ ഇത് ശരിയാണ്, അങ്ങനെ വരില്ല. 2 പേരെ പരമാവധി കാണാം. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ മാർക്കറ്റ് പ്രശ്നം വരുന്നു. ചിപ്സ് നന്നായി വിൽക്കണ്ടോ? ഇപ്പോൾ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ മാർക്കറ്റ് പ്രശ്നത്തിൽ എങ്ങനെയാണ്? സ്റ്റോർ, റേഷൻ കടയോട് ചേർന്ന് സ്റ്റോർ ഉണ്ട്. അവിടെ പ്രദേശത്തെ MSME ഉൽപ്പന്നങ്ങൾ വിൽക്കാം. ഇപ്പോൾ ഞാനും പൊതുവിതരണ വകുപ്പ് മന്ത്രി MOU ഒപ്പുവെച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ റിവ്യൂ ചെയ്യുമ്പോൾ 30 കോടി രൂപയുടെ MSME ഉൽപ്പന്നങ്ങൾ റേഷൻ കടയോട് ചേർന്ന സ്റ്റോർ വഴി 6-7 മാസം കൊണ്ട് വിറ്റിരിക്കുകയാണ്. മാർക്കറ്റ്, നിങ്ങൾക്ക് ആ മാർക്കറ്റ് ഉപയോഗിക്കാം. ഷോപ്പി, ഗവൺമെൻറ്റിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഇത് നിങ്ങൾക്ക് E-commerceൽ നിങ്ങൾക്ക് സാധനം ഇത് വയ്ക്കണോ? റെഡി. ഇതാണ് ഗവൺമെൻറ് ഒരുക്കുന്ന ഇക്കോസിസ്റ്റം എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ വ്യവസായ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 22 പുതിയ ഇൻഡസ്ട്രിയൽ നേച്ചർ പീപ്പിൾ ഇൻഡസ്ട്രി. നിങ്ങൾ ആ 22 കാറ്റഗറികളുണ്ട്. അതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള ആനുകൂല്യങ്ങളാണ്, വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കാണ്. അതിനോടൊപ്പം ഇപ്പോൾ ഗവൺമെൻറ് വിജ്ഞാന കേരളം സ്കില്ലിൻ്റെ പുതിയ പദ്ധതി, തൊഴിൽ നൽകുക. നമ്മുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് വഴി 7.5 ലക്ഷം പുതിയ തൊഴിൽ ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഏകദേശം ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കാലയളവിൽ ഒരു 11 lakhs എംപ്ലോയ്മെൻറ്റ് പുതുതായി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും കൂട്ടാം. ഇപ്പം നമ്മുടെ നാട്ടിൽ അതിഥി തൊഴിലാളികൾ ജോലി ചെയ്യുന്നു. ആ ജോലി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ പുരുഷന്മാർ ചിലപ്പോൾ, ഞാൻ എൻ്റെ മണ്ഡലത്തിൽ 3000 തൊഴിലവസരത്തിനൊരു ജോബ് ഫെയർ നടത്തി. 1200 പേരെ വന്നുള്ളൂ, രജിസ്റ്റർ ചെയ്തുള്ളൂ. 600 പേരെ ഇൻ്റർവ്യൂവിന് വന്നുള്ളൂ. ഒരാൾ, അപ്പോൾ ഞാനും ഉദ്ഘാടനം ചെയ്ത് നിൽക്കുകയാണ്, എങ്ങനെയുണ്ട് ചെറുപ്പമൊക്കെ. അപ്പോൾ ഒരാൾ ചോദിച്ചു, അല്ല ചേട്ടാ, ഇത് ഷിഫ്റ്റ് നൈറ്റ് ഉണ്ടാവുമോ? ഇത് ആദ്യമായിട്ട് വരാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ പിന്നെ നീ കയറാതിരിക്കുക നല്ലത്. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറേ മൈൻഡ് സെറ്റ് മാറി. പോട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥാപനം, ആ സ്കിൽ സ്ത്രീകൾ നമ്മൾ സ്കിൽ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നെന്മാരെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഗാർമെൻറ്റ് ഫാക്ടറി ഉണ്ട്, 10,000 സ്ത്രീകളുണ്ടെന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, കട്ട് ചെയ്തിട്ട് വീട്ടിൽ കൊടുക്കും, സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കും. 10,000 15,000 ഡോളർ ഉണ്ട്, അല്ല രൂപ കിട്ടുന്നുണ്ട്. പിന്നെ മൾട്ടി സ്കിൽ വേണ്ടി വരും. ഇപ്പോൾ ഷിപ്പ് യാർഡ് ഒരു 1000 വെൽഡർമാരെ വേണം, ഫിറ്റർ കം വെൽഡറാണ്. ഇപ്പോൾ ആങ്കർ കം പാട്ടും പാടി ആങ്കറും നടത്തി, മൾട്ടി സ്കില്ലാണ്. അപ്പോൾ ഫിറ്ററാണ്, വെൽഡറാണ്. എപ്പോഴും ഫിറ്റർ എൻ്റെ ജോലി ഉണ്ടാവില്ല, അങ്ങനെയാണല്ലോ എടുക്കുക. നമ്മൾ പറയല്ല ഞാൻ ഫിറ്റർ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഓടുന്നില്ല. ഇപ്പോൾ നമ്മൾ അസാപ്പ് വഴി ഫിറ്ററിന് വെൽഡിങ് പഠിപ്പിക്കും, വെൽഡറെ ഫിറ്ററായിട്ടും പഠിപ്പിക്കും. പിന്നെ നിങ്ങൾ പറയാണ് ശ്രീ നന്ദകുമാർ, അദ്ദേഹം മലപ്പാട്ടുകാരനാണ്, ഞാനും ശരിക്കും തൃപ്രയാറുകാരനാണ്, എൻ്റെ തറവാട്. അപ്പം അദ്ദേഹം, ഞങ്ങൾ 2 പേരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നാണ്. അദ്ദേഹം പഠിച്ചത് എവിടെയാണ്? മലപ്പാട് സ്കൂൾ. പിന്നെ അത് കഴിഞ്ഞാൽ കോളേജ്. അപ്പോൾ നമ്മളൊരു കോളേജിൽ തന്നെ പഠിച്ച്, ക്രൈസ്റ്റ് കോളേജ്. അദ്ദേഹം പറയാണ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണല്ലോ, ഞാനൊരു 500 കുട്ടികൾക്ക് ജോലി കൊടുക്കാം. പക്ഷേ എനിക്ക് വേണ്ടത് ഇതുകൂടി വേണം. നിങ്ങളുടെ ബികോം പറ്റില്ല. ഈ റെഡി, ക്രൈസ്റ്റ് കോളേജ് നിങ്ങൾ തിരഞ്ഞെടുത്തു, എനിക്ക് 200 പേരെ വേണം, ഞങ്ങൾ ആ കോഴ്സ് പഠിപ്പിച്ചു തരാം, നിങ്ങളെടുത്താൽ മതി. ഇതാണ് ഗവൺമെൻറ്റിൻ്റെ പുതിയ കാഴ്ചപ്പാട്. 1 ലക്ഷം ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വർഷം. ഇപ്പോൾ വേറൊരു കമ്പനി പറയുകയാണ്, ഞങ്ങൾക്ക് പോളിടെക്നിക്കിൽ ഈ കോഴ്സ് കൂടി വേണം. ആയിക്കോട്ടെ, ഞങ്ങൾ അതുകൂടി പഠിപ്പിക്കാം, അപ്പ് സ്കില്ലിങ്. ഗവൺമെൻറ് പണം മുടക്കിക്കോളാം, നിങ്ങൾ ആളെടുത്താൽ മതി. ഇത് പുതിയ സ്കീമാണ്. ഇനിയിപ്പോൾ പറയാണ്, ഇപ്പോൾ നമ്മൾ പുതിയ സെൻറ്റർ ഓഫ് എക്സലൻസ് ഓൺ സിന്തറ്റിക് ബയോളജി, സിന്തേറ്റ് ഗ്രൂപ്പാണ്, 20 കോടി മുടക്കി കുസാറ്റിൽ. അവർക്ക് കോഴ്സ് നടത്താം, ഡിഗ്രി യൂണിവേഴ്സിറ്റി കൊടുക്കും.
അപ്പോളോ ടയേഴ്സ് അവർക്കൊരു M.Tech കോഴ്സ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ ഡിസൈൻ ചെയ്തു, അവർ ഡിസൈൻ ചെയ്തു, യൂണിവേഴ്സിറ്റി ഞാൻ ഉദ്ഘാടനം ചെയ്തു. M.Tech പോളിമർ സയൻസ് എക്സിക്യൂട്ടീവ് കോഴ്സാണ് അവരുടെ എംപ്ലോയീസിന്. ഇപ്പോൾ നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫ്ലെക്സിബിളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇന്ത്യയിലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ കേംബ്ര റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ്. 6ാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ്. എന്നാൽ ഇത് ചരമക്കുളത്തിൻ്റെ താഴെ പോലും വരുന്നില്ല വാർത്ത. മിന്നിമറയുന്ന 100 വാർത്തയൊക്കെ വരില്ല, അതിൽ പോലും വരില്ല. എന്നാൽ ഈ രജിസ്ട്രാർ തർക്കം, VC തർക്കം, ഗവർണർ തർക്കം, ID തർക്കം എല്ലാം വരും. ഇതിനിടയിൽ കേരളം ഇപ്പോൾ 18 or 20 കോളേജുകൾ ബെസ്റ്റ് 100 കോളേജിൻ്റെ പട്ടികയിലുണ്ട്. നന്നായിക്കൊണ്ടിരിക്കുന്നു, മാറുന്നു. ഇതാണൊരു ഭാഗം. മൾട്ടി സ്കിൽ ഇത്തരം കാര്യങ്ങൾ വരികയാണ്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് 10 നമ്മളിപ്പോൾ കൊടുത്തു. കോളേജിനോട് ചേർന്ന് ഇൻഡസ്ട്രിയൽ പാർക്ക്. കുട്ടികൾക്ക് പഠിക്കാം, ഇവിടെ ജോലി ചെയ്യാം, അവിടെ നിന്ന് മാർക്ക് വാങ്ങിക്കാം, ഇവിടെ നിന്ന് ശമ്പളം വാങ്ങിക്കാം. ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന ആൾ കമ്പ്യൂട്ടർ ഫേമിൽ ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് അവർലി വേജ് വാങ്ങിക്കാം, അവിടെ നിന്ന് ക്രെഡിറ്റ് ഓർ ബോണസ് മാർക്ക് ഓർ ഗ്രേസ് മാർക്ക് വാങ്ങിക്കാം. പണ്ട് നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നില്ല. ഇപ്പോൾ ITI പഠിക്കുന്ന കുട്ടി തന്നെ പഠനം കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഗ്രീസിലൊക്കെ മുക്കി നിൽക്കുകയാണെങ്കിൽ അയൽവക്കക്കാരുടെ ഉത്കണ്ഠ തീരില്ല. അയ്യോ ഈ കുട്ടി, അപ്പോൾ ഈ ഉത്കണ്ഠപ്പെടുന്ന ആളുടെ കുട്ടി അവിടെ കെയർ ഹോമിൽ ഇടികൊണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും UK. അത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഇപ്പം അത് മാറി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൊയർ കോൺക്ലേവ് ആലപ്പുഴ നടക്കുമ്പോൾ മിനിഞ്ഞാന്ന് ഭക്ഷണം വിളമ്പാനായിട്ട് കുട്ടികളാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ ഒരു കുട്ടി മഹാരാജാസിൽ പഠിക്കുന്നു, ഒരു കുട്ടി ആലപ്പുഴ കോളേജിൽ, ഒരു കുട്ടി B.Tech പഠിക്കുന്നു. കുട്ടികളാണ്. അപ്പോൾ പണ്ടാണെങ്കിൽ B.Tech പഠിക്കുന്ന കുട്ടി വന്നിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്നു, പ്ലേറ്റ് എടുക്കണു. എച്ചിരി പ്ലേറ്റ് എടുത്തോ കുട്ടി, അയ്യോ കുടുംബാകെ പ്രശ്നമായി പോവും, ചിന്ത പോയി. ഇപ്പോൾ അതല്ല കുട്ടികൾ. ഞങ്ങൾ ലണ്ടനിൽ പോയപ്പോൾ രാത്രി ഭക്ഷണം നൽകാൻ വന്ന മലയാളി കുട്ടിയാണ്. അപ്പം ചോദിച്ചു, മോൾ എന്തിനാണ് പഠിക്കണേ? MSc ഡാറ്റ സയൻസ് ആണ്. ഇപ്പോൾ നമ്മളും ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ദെൻ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക്. 38 പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിന് ഇപ്പോൾ ഡെവലപ്പർ പെർമിറ്റ് കൊടുത്തു. 38 500 ഏക്കർ വ്യവസായ ലാൻഡായി മാറി. സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, നിങ്ങൾക്ക് സ്ഥാപനം തുടങ്ങാം. ഈ മാറ്റം ഇതാണ്, വിസിബിളാണ് കേരളത്തിലെ മാറ്റം വ്യവസായ മേഖലയിൽ. നിങ്ങൾക്ക് വ്യവസായം തുടങ്ങുമ്പോൾ പരാതി ഉണ്ടോ? വെറുതെ എനിക്ക് എഴുതി അയച്ച സമയം കളയണ്ട. എനിക്ക് വലിയ അധികാരമൊന്നുമില്ല ഈ വ്യവസായത്തിന് അനുമതി കൊടുക്കാൻ. അത് പല വകുപ്പിലാണ്, പഞ്ചായത്ത് വകുപ്പ്, ഫയർ, ഹോം. പരാതികൾ കേൾക്കൽ മാത്രമാണ് നമുക്ക് അധികാരമുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. നിങ്ങൾക്ക് വ്യവസായം തുടങ്ങാൻ, നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടോ? നേരെ സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസ് റീഅഡ്രസൽ മെക്കാനിസത്തിൽ കൊടുത്താൽ മതി. കൊടുത്ത പരാതി 30 ദിവസത്തിൽ തീരുമാനമെടുക്കണം. ഏത് വകുപ്പിൽ ഉദ്യോഗസ്ഥനാണെങ്കിലും 15 ദിവസത്തിൽ നടപ്പാക്കണം. 16ാമത്തെ ദിവസമായി കഴിഞ്ഞാൽ ഫൈൻ അടിക്കും ഉദ്യോഗസ്ഥർ. കേരള നിയമസഭ ആദ്യമായിട്ടാണ് ഉദ്യോഗസ്ഥർക്ക് ഫൈൻ ഈടാക്കാനുള്ള നിയമം പാസ്സാക്കിയത്. കൈയടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാനിത് കഴിഞ്ഞിട്ട് ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് ഗൗരവമായ ഒരു പരാതിയും കിട്ടിയില്ല. അത് എനിക്ക് വാട്സപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നിങ്ങൾ ശക്തമായിട്ട് ഇടപെട്ടോളണം. 2-3 ഫൈനൊക്കെ അടിക്കുമ്പോൾ ഒരു മെസ്സേജ് പോകുമല്ലോ. 1 വർഷം കഴിഞ്ഞ് റിവ്യൂ നടത്തി. അപ്പോൾ പറഞ്ഞു, സാർ ആകെ ഒരു പരാതിയേ വന്നുള്ളൂ. ഇതറിയുന്നില്ല, അല്ലെങ്കിൽ ചിലത് ഗൗരവമായ പരാതിയാകണമെന്നില്ല. എന്നാലും ഈ സിസ്റ്റം ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ നിയമസഭയിൽ പുതിയ നിയമം ഇപ്പോൾ ക്യാബിനറ്റ് ക്ലിയർ ചെയ്തു. പൊതുജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനം, ഇപ്പോൾ വ്യവസായമുള്ള നമ്മളെടുത്ത് ഇതെല്ലാത്തിലേക്കും വ്യാപിപ്പിക്കുകയാണ്. ഏതിലും നിങ്ങൾക്ക് സേവനം കിട്ടുന്നില്ലേ, ആ സേവനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം, ഫൈൻ ഈടാക്കും ഉദ്യോഗസ്ഥർക്കെതിരെ. അത് ഉദ്യോഗസ്ഥർ മാത്രമല്ല തീരുമാനിക്കുന്നത്, അതിന് ഞങ്ങളൊരു അതോറിറ്റിയെ കൂടി കൊണ്ടുവരികയാണ്, ഒരു ഏകാംഗ അതോറിറ്റി. അവർക്ക് തീരുമാനമെടുക്കാം. അപ്പോൾ സർവീസ്, ഉദ്യോഗസ്ഥർ ചിലർ പറയും നിങ്ങളൊക്കെ മാറി, ഉദ്യോഗസ്ഥർ മാറിയിട്ടുണ്ട്. ഇപ്പോൾ വ്യവസായ വകുപ്പിൽ ഉദ്യോഗസ്ഥരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ലേ? നല്ല മാറ്റമുണ്ട്. എന്നാൽ ചിലർ തദ്ദേശം മാറി. ഇപ്പോൾ തദ്ദേശം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര നമുക്ക് തുടങ്ങാൻ പറ്റും. എന്നാൽ എല്ലാത്തിനും ഇപ്പോൾ വ്യവസായികളുടെ ഇടയിൽ തന്നെ ചില ആളുകളുണ്ടാവില്ലേ, ഇതൊക്കെ എങ്ങനെ ദുരുപയോഗപ്പെടുത്താം, എങ്ങനെ തട്ടിപ്പെടുത്താം എന്ന് കരുതുന്ന ന്യൂനപക്ഷം ഉണ്ടാവും. രാഷ്ട്രീയക്കാരിലും തെറ്റായി പഠിക്കുന്ന ന്യൂനപക്ഷം ഉണ്ടാവും, ഉദ്യോഗസ്ഥരിലും ന്യൂനപക്ഷം ഉണ്ടാവും, സമൂഹത്തിലുള്ളതിൻ്റെ ഏറ്റക്കുറച്ചിൽ എല്ലാത്തിലും ഉണ്ടാവും. ചിലർ പോലീസ് കണ്ടില്ല, ആ പോലീസ് ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ മൊത്തത്തിലല്ല എന്നുള്ളതാണ്.
പൊതുവെ മാറ്റം വരുന്നു ഇപ്പോൾ. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 11:30 ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വ്യവസായങ്ങൾ ആരംഭിക്കാം. അതിനാവശ്യമായ എല്ലാ പിന്തുണയും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. അതിന് ധനം, ഇപ്പോൾ ധനത്തിൻ്റെ സർക്കുലേഷൻ കൂടി ഇല്ലേ? അപ്പോൾ സംരംഭകർ കൂടി എന്നുള്ളതിൻ്റെ തെളിവാണ് അതും. എല്ലാത്തിൻ്റെ സൂചകങ്ങളാണ്. അപ്പോൾ നന്നായി ഇനിയും വരട്ടെ. നിങ്ങൾ ഇനി അടുത്ത 13 നടക്കുന്ന വനിതാ സംരംഭക സംഘമുണ്ട്. യൂത്ത് ഓൺട്രപ്രനേഴ്സ് മീറ്റ് ഞങ്ങൾ കോഴിക്കോട് സംഘടിപ്പിക്കുന്നുണ്ട്. അതെല്ലാം ഈ മേഖലയിലെ മാറ്റങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ഓരോരുത്തരും ഓൺട്രപ്രനറായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി നേരത്തെ അറിയിച്ചിട്ടുണ്ട്. എല്ലാ ആശംസകൾ അറിയിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.